പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഓഗസ്റ്റ് 3 തിങ്കളാഴ്ച. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വാക്യം. എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാനക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾ കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുക. ഈ വചനത്തിലെ സന്ദേശം വളരെ വ്യക്തമാണ്. എഴുന്നേൽക്കുക, കടന്നു പോകുക. ദൈവം യോശുവയോട് പറഞ്ഞ ഈ വാക്കുകൾ ഒരു വ്യക്തിക്ക് മാത്രമുള്ളതല്ല, പ്രത്യാശ നഷ്ടപ്പെട്ടിരിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിലേക്ക് ഇന്നും മുഴങ്ങുന്ന ദൈവശബ്ദം. വേദഭാഗത്തിൽ മോശ മരിച്ചിരിക്കും, ഒരു യുഗം അവസാനിച്ചിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അവസാനിച്ചിട്ടില്ല. മനുഷ്യർ മാറാം, സാഹചര്യങ്ങൾ മാറാം, അവസരങ്ങൾ അവസാനിച്ചു എന്ന് തോന്നാം, പക്ഷേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. ഈ വേദഭാഗം നമ്മോട് പറയുന്നു, കഴിഞ്ഞ കാലത്തിൻ്റെ ദുഃഖത്തിൽ നിന്ന് എഴുന്നേൽക്കുക. യോശുവയുടെ മുൻപിൽ വലിയൊരു വെല്ലുവിളിയായിരുന്നു. തൻ്റെ ഗുരുവായ മോശയില്ല. ജനത്തെ നയിക്കേണ്ട ഉത്തരവാദിത്തം തൻ്റെ തോളിലാണ്. ഭയപ്പെടാൻ ധാരാളം കാരണങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സംഭവിക്കാറില്ലേ? പ്രിയപ്പെട്ടവരുടെ വേർപാട്, നഷ്ടപ്പെട്ട അവസരങ്ങൾ, പരാജയങ്ങൾ, തകർന്ന സ്വപ്നങ്ങൾ, നിരാശകൾ. എന്നാൽ ദൈവം പറയുന്ന ഇതാണ്, അവിടെ തന്നെ ഇരിക്കരുത്, എഴുന്നേൽക്കുക. കാരണം ദൈവം നമ്മുടെ ഇന്നലെയേക്കാൾ നമ്മുടെ നാളെയെക്കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. രണ്ടാമതായി വേദഭാഗം പറയുന്നു, വിശ്വാസത്തോടെ യോർദാൻ കടക്കുക. ദൈവം യോശുവയോട് പറഞ്ഞു, യോർദാൻ കടക്കുക. യോർദാൻ ഒരു നദി മാത്രമായിരുന്നില്ല, അതിന് അതിർത്തിയായിരുന്നു. മരുഭൂമിയിൽ നിന്നുള്ള വാഗ്ദത്ത ദേശത്തിലേക്കുള്ളതായ പ്രവേശന കവാടം. നമ്മുടെ ജീവിതത്തിലും ചില യോർദാനുകളുണ്ട്. ഭയത്തിൻ്റെ യോർദാൻ, സംശയത്തിൻ്റെ യോർദാൻ, ആത്മീയ മന്ദതയുടെ യോർദാൻ, ക്ഷമിക്കാനാവാത്ത മനസ്സിൻ്റെ യോർദാൻ. ദൈവം നദി ഇവിടെ ഇല്ലാതാക്കുന്നില്ല, എന്നാൽ അത് കടക്കാനുള്ള ധൈര്യം നൽകുന്നു. വിശ്വാസം എന്നത് എല്ലാം വ്യക്തമായി കണ്ട ശേഷം മുന്നോട്ട് പോകുന്നതല്ല, ദൈവം മുന്നിൽ നടക്കുന്നു എന്ന ഉറപ്പിൽ ചുവട് വയ്ക്കുന്നതാണ്. അവിടെയാണ് ഈ വേദഭാഗത്തിൻ്റെ മറ്റൊരു സന്ദേശം ശ്രദ്ധേയമായിട്ടുള്ളത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ധൈര്യശാലികൾക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ദൈവം പറഞ്ഞു, ഞാൻ അവർക്ക് കൊടുത്ത ദേശത്തേക്ക് പോകാം. അത് യോശുവ നേടിയെടുത്ത ദേശമല്ല, ദൈവം നൽകിയ ദാനമായിരുന്നു. എന്നാൽ ആ ദാനം സ്വീകരിക്കുവാൻ യോശുവ എഴുന്നേൽക്കുകയും നടക്കുകയും വേണമായിരുന്നു. ദൈവം നമുക്കും അനുഗ്രഹങ്ങളും സമാധാനവും ആത്മീയ വളർച്ചയും ഒരുക്കിയിരിക്കുന്നു. എന്നാൽ അവ അനുഭവിക്കുവാൻ വിശ്വാസത്തോടെ മുൻപോട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. ദൈവം വാതിൽ തുറക്കും, പക്ഷേ അതിലൂടെ നടക്കേണ്ടത് നാം ഓരോരുത്തരുമാണ്. നാം ഇന്ന് ഏതവസ്ഥയിലായാലും ദൈവം പറയുന്നു, എഴുന്നേൽക്കുക, ഭയങ്ങളെ മറികടക്കുക, സംശയങ്ങളെ മറികടക്കുക, നിരാശകളെ മറികടക്കുക. ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കൂ. ഓർക്കുക, നഷ്ടങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയെ തടയുന്നില്ല, പ്രതിബന്ധങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ റദ്ദാക്കുന്നില്ല. വിശ്വാസത്തിൻ്റെ ഓരോ ചുവടും വാഗ്ദത്തത്തിൻ്റെ പുതിയ വാതിലുകൾ തുറക്കും. നമുക്കൊരു തീരുമാനമെടുക്കാം. ഇന്നലെ നമ്മെ ബന്ധിച്ചു വെച്ച ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് എഴുന്നേറ്റ് നടക്കാം. കാരണം എഴുന്നേൽക്കുന്നവരാണ് വാഗ്ദത്ത ദേശം കാണുന്നത്. വിശ്വാസത്തോടെ കടന്നു പോകുന്നവരാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നത്. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഭയങ്ങളിൽ നിന്നും നിരാശകളിൽ നിന്നും ഞങ്ങൾ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങളുടെ മുൻപിലുള്ളതായ യോർദാനുകളെ വിശ്വാസത്തോടെ കടന്നു പോകാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഒരുക്കിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് അനുസരണയോടെ പ്രത്യാശയോടെ നടക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിന് സാക്ഷിയായി തീരട്ടെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.